ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗമായിരുന്ന അജികുമാറും അറസ്റ്റിൽ. ഇരുവരെയും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് തന്റെ അറസ്റ്റെന്ന് PS പ്രശാന്ത് ആരോപിച്ചു. 2025 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പം കൊണ്ടുപോയ സംഭവത്തിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. രാവിലെ കരകുളത്തെ വീട്ടിലെത്തിയാണ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. അജികുമാറിനെ വൈകാതെ കൊല്ലത്തെ പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. പിന്നാലെ പ്രാഥമിക ചോദ്യം ചെയ്യലും അറസ്റ്റും. സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2019 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തതിനെക്കുറിച്ച് പ്രശാന്തിന് അറിവുണ്ടായിരുന്നു. പ്രശാന്ത് മനഃപൂർവ്വം കാര്യങ്ങൾ മറച്ചുവെച്ചെന്നും SIT വ്യക്തമാക്കുന്നു. അറസ്റ്റ് PS പ്രശാന്തും ഉറപ്പിച്ചിരുന്നു. തന്റെ നേതൃത്വത്തിലുള്ള ബോർഡല്ല 2025 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും ആരോപണം. എന്നാൽ പ്രശാന്തിന്റെ ആരോപണത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ തള്ളി. പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ല. പ്രശാന്തിന്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. LDF സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടാമത്തെ ഭരണസമിതിയാണ് പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ കുറ്റപത്രം വൈകാതെ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടുതൽ അറസ്റ്റും വൈകാതെ ഉണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം.